നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഏറെ വൈകിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഗാനഗോകുലം, നമ്മുടെ രാജ്യത്തിൻ്റെ ആ ശബ്ദത്തിൻ്റെ മാധുരിയായിട്ടുള്ള നമ്മുടെ എസ് ജാനകിയുടെ മരണ വാർത്ത നമ്മളെല്ലാവരും കേട്ടത്. മലയാളികൾ, തമിഴർ, തെലുങ്കർ, അങ്ങനെ നിരവധി ആളുകൾ, എല്ലാവരും, ഇന്ത്യ ഒന്നടങ്കമാണ് എസ് ജാനകി അമ്മയുടെ മരണ വാർത്ത ഹൃദയത്തിലൂടെ ഏറ്റിയത്. എല്ലാവരും കരഞ്ഞു പോകുകയായിരുന്നു ആ വാർത്ത കേട്ട് എന്നാണ് മനസ്സിലായത്. പക്ഷെ നമ്മുടെ രാജ്യം എസ് ജാനകിക്ക് വേണ്ട ഒരു ബഹുമതി നൽകിയിരുന്നോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ശരിക്കും എസ് ജാനകിക്ക് വൈകിയ വേളയിൽ പത്മഭൂഷൺ സമ്മാനം അല്ലെങ്കിൽ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കാനായി നിന്ന സമയത്ത് വളരെ സ്നേഹത്തോടു കൂടിയും എന്നാൽ അല്പം പരിഭവത്തോടു കൂടിയും എസ് ജാനകി അത് നിരസിക്കുകയായിരുന്നു. തന്നെക്കാൾ എത്ര വലിയ പ്രഗത്ഭരായ ജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്, പ്രഗത്ഭരായ കലാകാരന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അവർക്കാർക്കും കിട്ടാത്ത ഈ ബഹുമതി, ഈ അംഗീകാരം എനിക്കും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ജാനകി അമ്മ ആ പത്മഭൂഷൺ ആ അവസരം വേണ്ട എന്ന് വെച്ചത്. തനിക്ക് തൻ്റെ ഈ ജനങ്ങൾ, തൻ്റെ പാട്ട് കേൾക്കുന്ന തൻ്റെ ഈ ലോകമെമ്പാടുമുള്ള ഈ ജനങ്ങളുടെ സ്നേഹം മാത്രം മതി, അതാണ് ഏറ്റവും വലിയ ആദരവ് എന്ന് പറയുകയായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി വളരെ മൂകാവസ്ഥയിലായിരുന്നു ജാനകി അമ്മ. തൻ്റെ പാട്ടുകളും തൻ്റെ ശബ്ദവും മാത്രമായിരുന്നു ഏറ്റവും ഒടുവിൽ കൂട്ടായി ഉണ്ടായിരുന്നത്. മൈസൂരിലെ ആശുപത്രിയിൽ കിടക്കെ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. മകൻ്റെയും ഭർത്താവിൻ്റെയും പേരക്കുട്ടിയുടെയും ഒക്കെ മരണം വേട്ടയാടുകയായിരുന്നു അമ്മയെ കഴിഞ്ഞ കുറേ നാളുകളായി. തീർച്ചയായിട്ടും രാജ്യം അവർക്ക് വേണ്ട അംഗീകാരം നൽകി ആദരിച്ചില്ല എന്നൊരു പരാതി കൂടി പല പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതിലൊരു പ്രതികരണം കേൾക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, ജീവിതത്തിൻ്റെ സമസ്ത ഭാവങ്ങളെയും നമ്മുടെ മനസ്സിൽ ആവിഷ്കരിക്കുക, അല്ലെങ്കിൽ സമസ്ത ഭാവങ്ങളും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ കഴിയുന്നത് ജാനകിയമ്മയുടെ പാട്ടുകളിലൂടെയാണ്. പക്ഷേ ആ ജാനകിയമ്മയോട് നമ്മൾ എന്ത് തിരിച്ചു നൽകി, അവർക്ക് എന്താണ് അവർക്ക് നൽകിയിട്ടുള്ള അംഗീകാരം എന്ന് ഓർക്കുമ്പോൾ നമുക്ക് സ്വയം കുറ്റപ്പെടുത്താൻ തോന്നും. കാരണം ഒരു പത്മ അവാർഡ് പോലും അവർക്ക് നൽകിയില്ല. അത് വളരെ വൈകിയിട്ടാണ്, പലരും പറഞ്ഞ ശേഷമാണ് അവസാനം പത്മഭൂഷൺ പ്രഖ്യാപിച്ചത്. ആ സമയത്ത് അവർ വേദനയോടുകൂടി അവർ നിരസിച്ചു. അതിന് കാരണമായിട്ട് അവർ പറഞ്ഞത്, എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾക്ക് കിട്ടാത്ത അവാർഡ് എനിക്കെന്തിനാണ്, എനിക്ക് എൻ്റെ പാട്ടുകൾ കേട്ട് ആസ്വദിക്കുന്നവരുടെ സ്നേഹമാണ് എനിക്ക് നൽകുന്ന എനിക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ബഹുമതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ പത്മഭൂഷൺ ബഹുമതി നിരസിക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും അവർക്കൊക്കെ ഏതോ കാലത്ത് കിട്ടേണ്ടതായിരുന്നു ആ പത്മ അവാർഡ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നീട് അതുപോലെ തന്നെ നമുക്കറിയാം, എത്രയോ വർഷങ്ങളായിട്ട് ഓരോ സീസൺ വരുമ്പോൾ ജാനകിയമ്മയുടെ മരണ വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കും. അതാരാണ് അതിൻ്റെ പിന്നിലുള്ള കുൽസിത വൃത്തിക്കാരൻ നമുക്കറിയില്ല. പക്ഷേ അതൊരു ചടങ്ങ് പോലെ ഓരോ ഘട്ടത്തിൽ ഈ മരണ വാർത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതേ സമയത്ത് ഒരിക്കലും ചോദിച്ച സമയത്ത് അവർ വളരെ തമാശയായിട്ട്, അവർ ലാഘവത്തോടെയാണ് അവരതെടുത്തത്. അവർ പറഞ്ഞു, 6 തവണയെങ്കിലും ഞാൻ മരിക്കും, കാരണം കർണനെ പോലെയാണ്. 6 മരണവാർത്ത കേൾക്കേണ്ട യോഗം ഉണ്ടായിരുന്നു കർണന്, അതുപോലെ 6 പുനർജന്മങ്ങൾ എനിക്ക് ലഭിക്കും എന്നവർ പറഞ്ഞ് അതിനെ ലാഘവത്തോടെ തള്ളിക്കളഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു, മരിച്ചു കഴിഞ്ഞ ശേഷം നമ്മളെല്ലാവരെ പറ്റിയും നന്നായി പറയുമെങ്കിലും ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് വേണ്ട അംഗീകാരം കൊടുക്കുക എന്നതാണ് ഒരു കലാകാരനോടോ കലാകാരിയോടോ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ബഹുമതി അല്ലെങ്കിൽ അംഗീകാരം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ വളരെ വേദന ഉയർത്തുന്ന ഒരു സംഗതി തന്നെയാണ്. അതെ, പറഞ്ഞാൽ അത്തരത്തിലുള്ള ബഹുമതികൾക്കൊക്കെ അപ്പുറത്തായിരുന്നു സാധാരണ മനുഷ്യനും അവർക്ക് കിട്ടിയിട്ടുള്ള സ്നേഹം. അതാണ് അവരെപ്പോഴും പറയാറുള്ളത്. ജന്മം കൊണ്ട് മലയാളി അല്ലായിരിക്കാം, പക്ഷേ കർമ്മം കൊണ്ട് മലയാളിയാണ് താനെന്ന് അവർ എപ്പോഴും വിശ്വസിച്ചിരുന്നു. നീ പറഞ്ഞ മാതിരി എല്ലാവരോടും സ്നേഹം പകർത്തുന്നു. ഒരിക്കലും ഒരു ആളോട് എനിക്കെപ്പോഴും അത്ഭുതം തോന്നിയിട്ടുള്ള കാര്യം, ജാനകിയമ്മയെ ചിരിയോടെ അല്ലാതെ, പ്ലസൻ്റായിട്ട് സംസാരിക്കുന്ന ഒരാളല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ജീവിതത്തിൽ വളരെയധികം തിരിച്ചടികൾ, വളരെയധികം ആഘാതങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അവരുടേത്. ആദ്യത്തേത് ഭർത്താവിൻ്റെ മരണമായിരുന്നു. അവരുടെ സംഗീത ജീവിതത്തിൽ ഏറ്റവും അധികം പങ്കാളിത്തം വഹിച്ചിട്ടുള്ളത് ഹസ്ബൻഡാണ്. ഭർത്താവാണ് അവരെ എപ്പോഴും റെക്കോർഡിങ്ങുകൾക്ക് അനുഗമിക്കുക. എല്ലാ അർത്ഥത്തിലും ഭാര്യയിലെ ഗായികയെ പൂർണ്ണമായിട്ട് സ്വതന്ത്രയായി പറക്കാൻ വിട്ട ഒരു ആളായിരുന്നു അവരുടെ ഭർത്താവ്. പക്ഷെ ഭർത്താവിൻ്റെ അകാല മരണം അവരെ ശരിക്കും പറഞ്ഞാൽ ഒരു ഏകാന്തതയിലേക്ക് നയിച്ചു. ആ ഘട്ടത്തിൽ പാട്ടിനോട്, സംഗീതത്തോട് വിടവാങ്ങിയാലോ എന്ന് വരെ ആലോചിച്ചിരുന്നു.
പക്ഷെ മകനോടുള്ള സ്നേഹമാണ് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. അങ്ങനെ മകനാണ് അവർ വർഷങ്ങളോളം കൊണ്ടു നടന്നത്. ആ മകന്റെ വേർപാട് അതിലും വലിയ ആഘാതമായിരുന്നു. അതിനിടയ്ക്ക് മകന്റെ മകൾ, പേരക്കുട്ടിയുടെ ഒരു ദുരന്ത മരണം, അങ്ങനെ നിരവധി ആഘാതങ്ങൾ ജീവിതത്തിൽ സഹിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഒരിക്കലും അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അതൊന്നും അവർ പ്രകടിപ്പിക്കാറില്ല. അങ്ങനെ ഒരു അതിനെക്കുറിച്ച് നമ്മളിലേക്ക് കൂടി ആ ദുഃഖം പകരാറില്ല. എപ്പോഴും ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട്, വളരെ പ്രസാദാത്മകമായിട്ട് നോക്കിക്കണ്ട ഒരാളായിരുന്നു ജാനകിയമ്മ. അവരുടെ പാട്ടുകളിലും അതേ പോസിറ്റിവിറ്റി ഉണ്ട്.